മുണ്ടക്കൈ ഉരുൾപൊട്ടൽ മേഖലയിൽ തിരച്ചിൽ പുനരാരംഭിക്കണമെന്ന് ടി സിദ്ദിഖ് MLA. മേഖലയിലെ അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ കൂടി കണക്കിലെടുത്തായിരിക്കണം പുനരധിവാസം നടപ്പാക്കേണ്ടത്. അപകട സാധ്യതാ മേഖലകളിൽ കർശന നടപടികൾ അനിവാര്യമെന്നും ടി സിദ്ദിഖ് ജനം ടിവിയോട് പറഞ്ഞു. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ഇന്ന് 3 ആഴ്ച തികയാനിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ മുണ്ടക്കൈയുടെ കൂടി MLA ആയ ടി സിദ്ദിഖ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ടി സിദ്ദിഖ്, വളരെ ദുഃഖകരമായൊരു യാഥാർത്ഥ്യമാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഇനിയിപ്പോൾ അവരുടെ റീഹാബിലിറ്റേഷൻ തന്നെയാണ്, അല്ലെങ്കിൽ അവരുടെ പുനരധിവാസം തന്നെയാണ് ഒരു പ്രധാന വിഷയമായിട്ടുള്ളത്. മാത്രമല്ല, അവർക്ക് വാടക വീടുകൾ അറേഞ്ച് ചെയ്യുക, അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ എത്ര കണ്ട് മുന്നോട്ട് പോയി? ഒന്ന്, റിലീഫ് ക്യാമ്പിലുള്ളതായിരിക്കുന്ന മുഴുവൻ ആളുകളെയും താൽക്കാലികമായിട്ടുള്ള വീടുകളിലേക്ക്, റെൻറ്റഡ് ഹൗസസിലേക്ക് അവരെ താമസം മാറ്റിപ്പിക്കേണ്ടതുണ്ട്. കാരണം സ്കൂൾ പ്രവർത്തിക്കണം, അവർക്ക് എല്ലാ സൗകര്യത്തോടും കൂടിയിട്ടുള്ള താൽക്കാലികമായിട്ടുള്ള പുനരധിവാസം ആക്കണം. ആ പ്രോസസ്സ് തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായി നിരവധി ആളുകൾ ഇപ്പോൾ ഓൾറെഡി പോയി കഴിഞ്ഞതിന് ശേഷമുള്ളതായിരിക്കുന്ന ബാക്കിയുള്ള ആളുകൾ, ഇപ്പോൾ സന്നദ്ധ സംഘടനകളാണ് അതിൽ ഏറ്റവും കൂടുതൽ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധന സാമഗ്രികളെല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനപ്രതിനിധികൾ ചെയ്യുന്നുണ്ട്, സന്നദ്ധ സംഘടനകൾ ചെയ്യുന്നുണ്ട്, രാഷ്ട്രീയ സംഘടനകൾ ചെയ്യുന്നുണ്ട്, എല്ലാവരും ചെയ്യുന്നുണ്ട്. ആ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് പക്ഷേ ടൈം ബൗണ്ടായി ഇത് പൂർത്തിയാക്കണം. അപ്പോൾ 2ാം തവണ ഞങ്ങൾ ലോക്കൽ ബോഡീസിൻ്റെ ഒരു മീറ്റിംഗ് വിളിച്ച് അവരോട് കൂടുതൽ വീടുകൾ കണ്ടെത്തി തരണം എന്നുള്ളത് ആവശ്യപ്പെട്ടു. ആ 2ാം തവണ ആവശ്യപ്പെട്ടപ്പോൾ കുറച്ചുകൂടെ വീടുകൾ നമുക്ക് വന്നിട്ടുണ്ട്. ഈ ആളുകൾ അപ്പോൾ അവരുടെ മക്കൾ പഠിക്കാൻ പോകുന്ന സ്കൂൾ മേപ്പാടി സ്കൂളാണ്. അപ്പോൾ ആ കുട്ടികൾക്ക് അവരുടെ സറൗണ്ടിങ്സ് ഏരിയ വേണം താമസിക്കാൻ. അങ്ങനെ എല്ലാ പാരാമീറ്ററും നോക്കി അവർക്ക് താമസിക്കാനുള്ളതായിരിക്കുന്ന വീടുകൾ പരമാവധി വേഗതയിൽ കണ്ടെത്താനുള്ളതായ ശ്രമം പുരോഗമിച്ചുകൊണ്ടിരിക്കുക. അത് അനിയന്ത്രിതമായി നീട്ടിക്കൊണ്ടുപോകാനൊക്കില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് അതിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് നീങ്ങേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ മറ്റു പ്രവർത്തനങ്ങൾ അവിടെ തുടരണമെന്നൊരു നിലപാട് താങ്കൾ അറിയിച്ചു എന്ന് കേട്ടു. എന്താണ് അക്കാര്യത്തിലൊരു നിലപാട്? ഒന്ന്, ഞാൻ ഇന്നലെയും മെനിഞ്ഞാന്നുമായി ഞാൻ ഈ ക്യാമ്പുകളിൽ പോയപ്പോൾ മറ്റ് വീടുകളിലുള്ള ചിലരുമായി സംസാരിച്ച സമയത്ത് ഇപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്യപ്പെടാൻ കിടക്കുന്നതായ ആളുകളുണ്ട്. അവർ ഇതുവരെ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാനോ റിക്കവർ ചെയ്യാനോ സാധിച്ചിട്ടില്ല. ആ ഫാമിലീസിൻ്റെ മെൻ്റൽ ട്രോമ വളരെ സീരിയസാണ്. അവർ പറഞ്ഞത് കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് തെരച്ചിലിൻ്റെ ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യം നടക്കുന്നില്ല എന്നുള്ള ഒരാശങ്ക അവർ നല്ല രീതിയിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് കളക്ടറോട് നേരിട്ട് കണ്ട് അതിൻ്റെ ഗൗരവം സംസാരിച്ചു. ഇന്നലെ ഞാൻ ഫോണിൽ കളക്ടറോട് വൈകിട്ട് സംസാരിച്ചായിരുന്നു. ഇന്ന് നേരിട്ട് കണ്ട് ആവശ്യപ്പെട്ടു. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് സൂചിപ്പാറ 3ാം വളവ് മുതൽ മുണ്ടേരി ഫാം വരെയുള്ളതായ ഒരു വളരെ ഹസാഡസ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. വളരെ ബുദ്ധിമുട്ടാണ് അതിലൂടെ പോകാൻ, റെസ്ക്യൂ ഓപ്പറേഷൻസിന് നേതൃത്വം കൊടുക്കാൻ, പിന്നെ അതിലൂടെ നടക്കാൻ ഒക്കെ വലിയ ബുദ്ധിമുട്ടുള്ളതായിരിക്കുന്ന ഒരു ഏരിയയാണ്. ആ ഏരിയയിലാണ് പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഇപ്പോൾ ആനടിക്കാപ്പ്, പിന്നെ കലക്കമ്പുഴ തുടങ്ങിയതായിരിക്കുന്ന പ്രധാനപ്പെട്ട ഈ പരപ്പൻപാറയൊക്കെ വെച്ചിട്ട് നമുക്ക് പല ബോഡീസും റിക്കവർ ചെയ്താണ്. ഇത്തരം സ്ഥലങ്ങളൊക്കെ ഉള്ളതായിരിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഈ ഏരിയയിൽ വിദഗ്ധ സംഘത്തെ വെച്ചുകൊണ്ടുള്ള സൂക്ഷ്മ പരിശോധനയ്ക്ക്, ഈ സ്വിമ്മിങ് ഹസാർഡ് ഏരിയയിൽ രക്ഷാപ്രവർത്തനത്തിനും സ്വിമ്മിങ്ങിനും നേതൃത്വം കൊടുത്തതായിരിക്കുന്ന എക്സ്പെർട്ടായിട്ടുള്ള ടീമിനെ മൊബിലൈസ് ചെയ്ത് ഹെലികോപ്റ്ററിൻ്റെ സഹായത്തോടു കൂടി ആവശ്യത്തിന് എല്ലാ സംവിധാനത്തോടും കൂടിയിട്ടുള്ള ഒരു സൂക്ഷ്മ തെരച്ചിൽ നടത്തണം. അത് ആ ഏരിയ ഉൾപ്പെടെ നടത്താൻ ആവശ്യമായിട്ടുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കണം. കഴിഞ്ഞ 3 ദിവസമായി ഈ തെരച്ചിൽ പ്രവർത്തനം മന്ദഗതിയിലായി എന്നുള്ള ഒരു വലിയ സങ്കടവും വിഷമവും ഇവർ പങ്കുവച്ചിട്ടുണ്ട്. അത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി അത് പരിഹരിക്കും എന്നുള്ളതാണ് പൂർണ്ണമായിട്ടുള്ള പ്രതീക്ഷ. തീർച്ചയായും ജോൺ മത്തായി ഈ അടുത്ത ദിവസങ്ങളിൽ അവിടെ സന്ദർശിച്ചു, പഠനം നടത്തി, പ്രാഥമികമായ ചില വിവരങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവെക്കുകയും ചെയ്തു. അതിൽ അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ചൂരൽമലയിൽ ചിലയിടങ്ങളിലൊക്കെ ഇനിയും താമസയോഗ്യമാണ് എന്നാണ്. പക്ഷേ ചില കെട്ടിടങ്ങൾ അവിടെ നിർമ്മിക്കുന്നതിനൊക്കെ ചില നയപരമായ നീക്കങ്ങൾ വേണ്ടി വരുമെന്ന് പറയുന്നുണ്ട്. തീർച്ചയായും ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയ്ക്ക് താങ്കൾ തന്നെയാണ് അതിന് നേതൃത്വം നൽകേണ്ടത്. എന്തായിരിക്കും അക്കാര്യത്തിൽ താങ്കളുടെ പ്രതികരണം? ജോൺ മത്തായി 25-ാം തീയതിയോടുകൂടി അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
ആ റിപ്പോർട്ടിനെ അധികരിച്ചുകൊണ്ടുള്ള സീരിയസ് ആയിട്ടുള്ള ഒരു വിലയിരുത്തലും എന്തൊക്കെ കാര്യങ്ങൾ എവിടെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ സംബന്ധിച്ച ഒരു നിഗമനത്തിലേക്ക് നിങ്ങൾ പറഞ്ഞതുപോലെ എത്താൻ പറ്റും. അത് റിപ്പോർട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഒന്ന്, ശ്രീ രാജീവ് കുമാർ കേന്ദ്ര സംഘ പ്രതിനിധി എത്തിയ സമയത്ത് ഞങ്ങൾ മന്ത്രിസഭാ സബ് കമ്മിറ്റി ഉണ്ടായിരുന്നു, ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെയായിട്ട് സംസാരിച്ചു. അദ്ദേഹത്തിന് അതിൻ്റെ വീഡിയോ പ്രസൻറ്റേഷൻ നടത്തി. ആ വീഡിയോ പ്രസൻറ്റേഷൻ നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, 1-2 സ്ഥലത്ത് വലിയ ക്രാക്കുകൾ പല സ്ഥലത്തും നിൽക്കുകയാണ്. ഇത് ഇമ്മീഡിയറ്റ് ഭാവിയിലല്ല, കുറേ കഴിയുമ്പോൾ ഇത് വലിയ രീതിയിൽ മാറ്റം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് താങ്കൾ ലോക്കൽ MLA ആയതുകൊണ്ട് പറയുകയാണ്, ജനങ്ങളെ അവിടെ താമസിപ്പിക്കുന്ന കാര്യത്തിൽ പ്രത്യേകമായിട്ടുള്ള ജാഗ്രതയുണ്ടാകണം. ഉദ്ദേശിച്ചത് പ്രോഹിബിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ തന്നെ ഞാൻ അത് മന്ത്രിമാരുമായി ഷെയർ ചെയ്തു. അവരും ഈ വിഷയം കേട്ടു. അപ്പോൾ അതിൽ ചില നിയന്ത്രണങ്ങൾ ആവശ്യമാണ്. സുരക്ഷിതത്വമാണ് ഏറ്റവും ഫസ്റ്റ് എടുക്കേണ്ട എലമെൻറ്റ്. ആ സുരക്ഷിതത്വം അനുസരിച്ചതായിരിക്കുന്ന സ്ഥലത്ത് അവരെ പൂർണ്ണമായി റീഹാബിലിറ്റേറ്റ് ചെയ്യണം. പിന്നെ ജോൺ മത്തായിയുടെ റിപ്പോർട്ട് അനുസരിച്ച് വരുന്ന സ്ഥലത്ത് ഏതെല്ലാം സ്ഥലത്ത് ഇഷ്യൂസ് ഉണ്ടോ ആ സ്ഥലങ്ങളിൽ നിന്നും ആളുകളെ മാറ്റി താമസിപ്പിക്കണം. ഇതിനുള്ള സ്ഥലമൊക്കെ നമുക്ക് അവൈലബിൾ ആക്കാൻ പറ്റും, തർക്കമില്ല. ഇവിടെ വയനാട്ടിൽ യഥേഷ്ട എസ്റ്റേറ്റുകൾ യഥേഷ്ടം ലഭ്യമാണ്. നല്ല സേഫായിട്ടുള്ള സ്ഥലത്ത് നമുക്കവരെ പുനരധിവസിപ്പിക്കാൻ പറ്റും. അതിനാവശ്യമുള്ളതായിരിക്കുന്ന സമീപനം സർക്കാർ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷ. ഒരു കോംപ്രിഹെൻസീവായ ഒരു പ്ലാൻ, ഒരു മാസ്റ്റർ പ്ലാൻ വയനാടിന് വേണ്ടി തയ്യാറാക്കാൻ താങ്കളുടെ ഭാഗത്തുനിന്ന് ഇനീഷ്യേറ്റീവ് ഉണ്ടാവും, നിയമസഭയിൽ ഉൾപ്പെടെ. നിയമസഭ ഈ കാര്യത്തിൽ ഇത് പ്രത്യേകം ചർച്ച ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അത് അതിനനുസരിച്ചതായിരിക്കുന്ന സമീപനങ്ങൾ ഇപ്പം ബഹുമാനപ്പെട്ട സ്പീക്കർ ഉൾപ്പെടെ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുക. ഗവൺമെൻറ്റും അതിൽ തീരുമാനമെടുക്കേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യം, ഒന്ന് ഇവരുടെ പെർമനൻ്റ് റീഹാബിലിറ്റേഷൻ, 2 വയനാട്ടിൽ ഏതെല്ലാം സ്ഥലങ്ങളാണ് ബുദ്ധിമുട്ടേറിയ ക്ലൈമറ്റിക് ചേഞ്ച്, രണ്ടാമത്തത് ജീവിക്കാൻ ബുദ്ധിമുട്ട്, ഭാവിയിൽ അപകടം വരാൻ സാധ്യതയുള്ളതായിരിക്കുന്ന സ്ഥലങ്ങൾ, റെയിൻഫോൾ മാപ്പിംഗ്, നാച്ചുറൽ കലാമിറ്റി പ്രോൺ ഏരിയാസിൻ്റെ മാപ്പിംഗ്, സമയാസമയം അലർട്ടുകൾ ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള സമീപനം, ഇതെല്ലാം ഉണ്ടാവണം. നിർഭാഗ്യവശാൽ നമ്മുടെ കള്ളാടി ഏരിയ ഉൾപ്പെടുന്ന ജിയോ മാപ്പിംഗ് ഏരിയ, ആ ഏരിയയിലാണ് നമ്മുടെ പുത്തുമല വരുന്നത്, ആ ഏരിയയിലാണ് നമ്മുടെ മുണ്ടകൈ, ചൂരൽമല, പുഞ്ചിരിമട്ടം, അട്ടമല, ഈ സോൺ വരുന്ന ഗ്രാമങ്ങൾ വരുന്നത് ആ ഏരിയയിലാണ്. അവിടെ സർക്കാരിൻ്റെ പുത്തുമല സംഭവം ഉണ്ടായിട്ട് പോലും അവിടെ സർക്കാരിൻ്റെ ഒരു സിസ്റ്റം, റെയിൻഫോൾ എത്രത്തോളം വന്നു അത് പരിശോധിക്കാനുള്ള ഒഫീഷ്യൽ സിസ്റ്റം അവിടെ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുപോലെ മുമ്പേ ലാൻഡ് സ്ലൈഡ് ഉരുൾപൊട്ടലുണ്ടായി. മുമ്പേ ഉണ്ടായ ഉരുൾപൊട്ടലിന് ശേഷവും അവിടെയും ഇനി സാധ്യത മഴ പെയ്താൽ പ്രശ്നമാണ്, അവിടെയും ഈ ഒഫീഷ്യൽ സിസ്റ്റം വന്നിട്ടില്ല. അതൊക്കെ നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ലാപ്സസാണ്. ആ ലാപ്സസ് അനേകം ജീവൻ എടുത്തിട്ടുണ്ട്. ഇനി ഒരു ജീവൻ പോലും പൊലിയാതെ മുഴുവനായി റീഹാബിലിറ്റേഷൻ എന്നുള്ളതിൻ്റെ കൂടെ ജനങ്ങളുടെ സുരക്ഷയും കൂടെ അതിൻ്റെ ഭാഗമായി മാറണം. അതിൻ്റെ ശാസ്ത്രീയ മെക്കാനിസം കൂടെ ഇതിൻ്റെ ഭാഗമായി ബിൽഡ് ചെയ്യപ്പെടും. അതിനുള്ള സമീപനം സ്ട്രക്ചറലാവരുത് റീഹാബിലിറ്റേഷൻ. അത് വളരെ അവരുടെ സാമ്പത്തിക, സാംസ്കാരിക, സാമൂഹ്യ, വിദ്യാഭ്യാസ പുരോഗതിയുടെ ഒരു വലിയ ഇടമായി അത് മാറണം. ആ റീഹാബിലിറ്റേഷനിൽ സുരക്ഷ മുൻനിർത്തിയിട്ടുള്ള സമീപനം കൂടെ, ശാസ്ത്രീയ സുരക്ഷാ സംവിധാനം കൂടെ അതിൻ്റെ ഭാഗമായി ചേർക്കപ്പെടണം എന്നുള്ളതാണ് ശക്തമായിട്ടുള്ള ഡിമാൻഡ്. ആ ഡിമാൻഡ് സർക്കാർ അംഗീകരിക്കും എന്നുള്ളതാണ് പ്രതീക്ഷ. നന്ദി. തീർച്ചയായും പുനരധിവാസ പദ്ധതികൾ തുടരണം, രക്ഷാദൗത്യവും തുടരണം. പുനരധിവാസം വയനാടിന് ചേർന്ന പ്രത്യേക പാക്കേജായി മാറണമെന്ന് തന്നെയാണ് ടി സിദ്ദിഖ് ആവശ്യപ്പെടുന്നത്. ക്യാമറാമാൻ കൃഷ്ണകുമാറിനൊപ്പം ഐസൻ ജോസ്, ജനം.